കുഴപ്പമില്ല, ഖുർആനെ ഓതിക്കെട്ടിയാൽ കുഴപ്പമില്ല എന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ആ സഹാബത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും കാനൂ യക്റഹൂന തമാഇമ കുല്ലഹാ മിനൽ ഖുർആനി വഗൈരിൽ ഖുർആൻ. ഖുർആൻ ഓതിയതാണെങ്കിലും ഖുർആൻ ഓതാതെയാണെങ്കിലും ഖുർആൻ എഴുതി കെട്ടിയതാണെങ്കിലും ഖുർആൻ എഴുതാതെ കെട്ടിയതാണെങ്കിലും അവര് വെറുത്തിരുന്നു, തമാഇമുകളെ വെറുത്തിരുന്നുവെന്ന് ഹദീസിന്റെ താളുകളിൽ കാണാം. ഖുർആൻ എഴുതി കെട്ടിയതാണെങ്കിലും ഇനി അതല്ല വേറെന്തെങ്കിലും എഴുതി കെട്ടിയതാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആ ന്യായം പറയേണ്ടതില്ല. നേരെ മറിച്ച് തമാഇമുകളെ, ഈ രൂപത്തിലുള്ള ഐക്കല്ലുകളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വെറുക്കുകയാണ്, അവർ വർജിക്കുകയാണ്, ഉപേക്ഷിക്കുവാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ ഇത് ചെയ്യണമെന്ന് സമൂഹത്തോട് പറയുക, അത് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായി നമ്മുടെ നാട്ടിൽ നടക്കുകയും അതിനെ നമ്മുടെ നാട്ടിലെ സമസ്ത എന്ന പ്രസ്ഥാനം ന്യായീകരിക്കുകയും ചെയ്യുന്നു. അത് ഒഴിവാക്കണം എന്ന് പറയാനാണ് ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത്. അതുകൊണ്ട് അവസാനിച്ചോ മാന്യ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ താക്കീത് ചെയ്ത ഒരു കാര്യമാണ്, ഒരിക്കലും ഭാവി പ്രവചിക്കുവാൻ വേണ്ടി ഇരിക്കുന്നവന്റെ സമീപത്തേക്ക് പോകരുത്. ജ്യോത്സ്യനെ നിങ്ങൾ സമീപിക്കരുത്. നിങ്ങളുടെ ഭാവി അറിയുവാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുവാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത് അള്ളയാണ്, തീരുമാനിച്ചിട്ടുള്ളത് അള്ളയാണ്, റബ്ബാണ് നിങ്ങളുടെ ഭാവി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ജ്യോത്സ്യനെ സമീപിക്കരുത്, കണിയാനെ സമീപിക്കരുത്, ഭാവി പറയുന്നവനെ സമീപിക്കരുത്, അറാഫിനെ സമീപിക്കരുത്. അറാഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? അറാഫ് എന്ന് പറഞ്ഞാൽ ഇമാം ബഗവി പറയുകയാണ്, ഹുവല്ലദീ യദ്ദഈ മഅരിഫത്തൽ ഉമൂരി ബിമുഖദ്ദിമാത്തി അസ്ബാബിൻ യസ്തദില്ലു ബിഹാ അലാ മവാഖിഇഹാ കൽ മസ്റൂഖി മിനല്ലദീ സറഖഹു വമഅരിഫത്തി മകാനിൽ ളാലത്തി വനഹ്വി ദാലിക്. അറാഫ് ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് കണിയാൻ ശശിയെക്കുറിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ കണിയാൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അറാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് യദ്ദഈ മഅരിഫത്തൽ ഉമൂരി ബിമുഖദ്ദിമാത്തി അസ്ബാബിൻ യസ്തദില്ലു ബിഹാ അലാ മവാഖിഹാ കൽ മസ്റൂഖി മിനല്ലദീ സറഖഹു വമഅരിഫത്തി മകാനിൽ ളാലത്തി വനഹ്വി ദാലിക എന്ന് പറഞ്ഞാൽ അതേ ഒരു സാധനം കാണാതെ പോയാൽ, അത് ഇന്നാടൊക്കെ പോയാൽ അയാൾ മഷിയിട്ട് നോക്കി പറഞ്ഞു തരും, അല്ലെങ്കിൽ കളം വരച്ച് പറഞ്ഞു തരും, അല്ലെങ്കിൽ പഴയ കാലത്ത് മൃഗങ്ങൾ കാണാതെ പോകാറുണ്ട്. അങ്ങനെ കാണാതെ പോയ മൃഗങ്ങള് ഇന്നയാൾ വിശദീകരിച്ചരും എവിടെയുണ്ടെന്ന് പറഞ്ഞുതരും. അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി പറയുവാൻ വേണ്ടി മാറിയിരിക്കുന്ന ആളുകള് അവരാണ് അറാഫുകൾ. അവരുടെ സമീപത്ത് പോകരുതെന്ന് പ്രവാചകൻ പറയുകയാണ്. എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖബൽ ലഹു സലാത്തുൻ 40 ലൈല. ഏതെങ്കിലും ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് പോകുന്നു, എന്നിട്ട് അയാളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ലം തുഖബൽ ലഹു സലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നമസ്കാരം പിന്നെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അറാഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വസ്തു കളഞ്ഞു പോയാൽ ഇന്നയാളൊക്കെ ചെന്നാൽ മതി, അയാൾ പറഞ്ഞുതരും. ഒരാൾ കാണാതെ പോയാൽ എവിടെയുണ്ടെന്ന് ഇന്ന തങ്ങൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ ഇന്ന കണിയാൻ പറഞ്ഞുതരും എന്ന നിലക്ക് ആരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളുടെ സമീപത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല. ചില ആളുകളുണ്ട് അങ്ങനെ, ഞാനൊന്ന് പോയി നോക്കട്ടെ, പരീക്ഷിച്ച് നോക്കട്ടെ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ആരാ പണി നിന്നെ ഏൽപ്പിച്ചത്? ജ്യോത്സ്യനെ പരീക്ഷിക്കാനുള്ള പണി ആരാ ഏൽപ്പിച്ചത്? കണിയാനെ പരീക്ഷിക്കാനുള്ള പണി ആരാ ഏൽപ്പിച്ചത്? പോകരുത് എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം. പോകരുത്, ഒന്നും അവരോട് ചോദിക്കരുത്. ചോദിച്ചാൽ തന്നെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല വീണ്ടും പ്രവാചകൻ പറയുന്നു, മന്നതാ കാഹിനൻ ഔ അറാഫ, ആരെങ്കിലും ഭാവി പ്രവചിക്കുന്നവൻ അതല്ലെങ്കിൽ ജ്യോത്സ്യൻ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചു കഴിഞ്ഞിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചവനാണ് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജ്യോത്സ്യനിലേക്ക് പോയി എന്തെങ്കിലും ചോദിക്കുക, അയാൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാവും കാഫിറാണ്. അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചവനാണ് അവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്നാ മാന്യ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ജ്യോത്സ്യന്മാർ പല പേരുകളിലാണ്. അതിപ്പോ വ്യാജനേത് ഒറിജിനൽ ഏതെന്ന് അന്വേഷിക്കണം. ഫുള്ളും വ്യാജനാണ്, ഒന്നും നല്ലല്ല. ചില ആളുകൾ ഇപ്പൊ അതിൽ ഒറിജിനൽ ഉണ്ട്, വ്യാജന ഒറിജിനൽ ഇല്ല. അറാഫിൽ എന്ത് ഒറിജിനൽ?
മുഴുവൻ വ്യാജനാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പണ്ഡിതൻ തന്നെ വിശദീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇതുപോലെ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നടപടി എന്താണെന്ന് ഒരു പണ്ഡിതൻ തന്നെ, സമസ്തയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ തന്നെ വിശദീകരിക്കുന്നത് കേട്ടു നോക്കൂ. ഇന്ന് എന്റെ അടുത്ത് വന്നിട്ട് രണ്ടാൾ എന്താണെന്നറിയോ, കണ്ണൂർ ജില്ലയിൽ ഒരാള്, അപ്പോ എന്റെ സ്നേഹിതനാണ്, സൗദി അറേബ്യയിൽ ജോലിയാണ്. ഒരു ദിവസം എന്റെ അടുത്ത് വന്ന്, ഉസ്താദ് എനിക്ക് സ്വകാര്യം ഒന്ന് കാണുമോ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും കഴിഞ്ഞ് മാറി ഒന്നും പറ്റില്ല, കണ്ടേ പറ്റൂ തന്നെ. തലശ്ശേരി വന്ന് കാത്തു നിന്നനെ. അവസാനം എല്ലാം കൂടി വണ്ടി കയറി, വണ്ടിയിൽ നിന്ന് മറ്റുള്ളവർ കേൾക്കുന്നത് കൊണ്ട് ഇവന് പറയാൻ വേണ്ടി അവസാനം എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് കേൾക്കാൻ സമയമില്ല. അങ്ങനെ കൂടി എന്റെ കൂടെ ഉള്ള ആളെ വണ്ടീന്റെ മുമ്പിൽ ഇരുത്തി ഇവനെ ഞാനും പിന്നിലിരുന്ന് സ്വകാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ പാസ്പോർട്ട് മാത്രം കാണുന്നില്ല, എന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് പാസ്പോർട്ട് മാത്രം കാണുന്നില്ല, പെട്ടിയിൽ പൈസ ഉണ്ട്, പൈസ കളയാൻ എടുത്തിട്ടില്ല, പാസ്പോർട്ട് മാത്രം എടുത്തത് തന്നെ. ഞാൻ ചോദിച്ചു എന്തങ്ങനെ സംഭവിച്ചത്? ഇവനോട് എനിക്കൊരു സംശയം ഉണ്ട്. ഞാൻ ചോദിച്ചതാണ്, ഒരു മൊയിലാരുടെ ഒരു സ്ഥലത്ത്, ആ മൊയിലാരെ എടുത്ത് പോകണമെന്ന് എന്റെ പെണ്ണുങ്ങൾ എപ്പോ ഇങ്ങനെ പറയും, ഞാൻ ഒരിക്കലും പോകില്ല, കാരണം എനിക്ക് അയാളെ വിശ്വാസമില്ല. അപ്പോ ഈ മൊയിലാരടുത്ത് ഈ പാസ്പോർട്ട് കാണാണ്ടായപ്പോഴേ പറയുന്നുണ്ട് എന്ത്, ഈ മൊയിലാരടുത്ത് പോകണമെന്ന് പെണ്ണുങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു സംശയം ചെറുങ്ങനെ, ഈ ആകെ എന്റെ പാസ്പോർട്ട് ഭാര്യ തന്നെയാണോ എടുത്തത് എന്നൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അതിനൊരു വിദ്യ ഉണ്ട്. ഇവൻ എന്നോട്, ഞാൻ എസ് പിനെ കാണുന്നുണ്ട്, പാസ്പോർട്ട് വേറെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതിന് വിദ്യ ഉണ്ട്. എന്താ വിദ്യ? ഞാൻ പറഞ്ഞു നീ പോയിട്ട് അവളോട് പറഞ്ഞു, ഏതായാലും ഞാൻ കുടുങ്ങിയല്ലോ, ഞമ്മക്ക് ആ മൊയിലാരൊന്ന് കണ്ടേക്കാ എന്ന് പറഞ്ഞിട്ട് നീ അവളോട് കൂടിക്കൊടുക്കണോ. അനിവൻ പോയി പെണ്ണുങ്ങളോട് പറഞ്ഞ് ഞമ്മക്ക് മൊയിലാരെ കാണാൻ പോകാറുണ്ട്, മൊയിലാരെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ച് പോയി കണ്ടപ്പോ ഇയാൾ ആ മൂലക്കൊന്ന് കുഴിച്ചണോ, ഇങ്ങേ മൂലക്ക് വേറെ ഒന്ന് കുഴിച്ചിടണോ എന്നൊക്കെ പറഞ്ഞു. ഇയാള് വലിയ ജോറായിട്ട് ഔലിയാണ്. അങ്ങനെ കുറെ സംഗതികൾ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ വന്നിട്ട് ആടെയും കുച്ചിട്ട് ഇവിടെയും കുച്ചിട്ട് 3 ദിവസം കൊണ്ട് കിട്ടൂന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, 2 ദിവസം കഴിയുമ്പോൾ പാസ്പോർട്ട് പെട്ടിന്ന് കിട്ടുകയും ചെയ്ത്. സംഗതി ശരിയായല്ലോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ 1000 റിയാല് സിറാജുലേക്ക് നേർച്ചയാക്കി, അവന്റെ നേർച്ചയും കൊണ്ടു തന്നെ പാസ്പോർട്ട് ഏതായാലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, എന്താ നല്ല ഉപദേശല്ലേ? ആ സാധുവിനെ എല്ലാരും പറ്റിച്ചു, ഭാര്യയും പറ്റിച്ചു, ജോത്സ്യനും പറ്റിച്ചു, മൊയിലാരും പറ്റിച്ചു, എല്ലാരും പറ്റിച്ചു. കാര്യം എന്താ, ഭാര്യ കൊണ്ടുപോയി ജോത്സ്യന് കൊടുക്കേണ്ടി വന്നു, അതുപോലെ തന്നെ മൊയിലാർക്കും കൊടുക്കേണ്ടി വന്നു. എത്ര 1000 റിയാല്, 3000 രൂപ കൊടുത്ത വേറെ പാസ്പോർട്ട് കിട്ടിയതേ. ആ സാധുവിന് 13,000 ചെലവായി. 3000 കൊടുത്തിരുന്നെങ്കിൽ വേറെ പാസ്പോർട്ട് കിട്ടുമായിരുന്നു. പക്ഷെ മൊയിലാര് പറഞ്ഞത് കൂടിക്കൊടുക്കുന്നു. എന്തിനു കൂടിക്കൊടുക്കാൻ? ജോത്സ്യന്റെ അടുക്കൽ പോകാൻ, കൂടിക്കൊടുക്കാൻ. അവിടെ നഷ്ടപ്പെട്ടത് എന്താണ്? ആ സാധുവിന്റെ ഈമാൻ, ആ സാധുവിന്റെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകരുത് എന്ന് പറഞ്ഞെടുത്തേക്ക് മുലാര് പറയാ കൂടിക്കൊടുത്തോ, കാര്യം പാസ്പോർട്ട് കിട്ടിയാൽ പോരെ. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താ? എന്റെ പാസ്പോർട്ട് പോയാലും ഈമാൻ പോകാൻ പാടില്ല, വിശ്വാസം പോകാൻ പാടില്ല. അതുകൊണ്ട് മോനെ ഒരിക്കലും നീ പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നതാകട്ടെ തൽക്കാലം ഒന്ന് കൂടിക്കൊടുത്തോ, ഇനി പാസ്പോർട്ട് കിട്ടിയ വകയില് 1000 റിയാൽ ഇങ്ങോട്ട് കൊടുത്തേക്ക് എന്നാണ് മനസ്സിലാക്കണം. എന്നാ റസൂലുള്ളാഹി എത്ര ഗൗരവത്തിലാ പറഞ്ഞത്, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു ഔ തകഹന ഔ തുകിഹന ലഹു ഔ സഹറ ഔ സുഹിറ ലഹു മൻ നതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. അതേ ആരെങ്കിലും ശകുനം നോക്കുക, ഇനി ആർക്കെങ്കിലും വേണ്ടി ശകുനം നോക്കുന്നുണ്ടോ അവനും, അതുപോലെ ജ്യോത്സ്യപ്പണി ചെയ്യുന്നവനും, ആർക്ക് വേണ്ടിയാണോ ജ്യോത്സ്യപ്പണി ചെയ്യുന്നത് അവനും, അതുപോലെ തന്നെ ആരാണോ ശകുനം നോക്കുന്നത് അവനും, ആർക്കു വേണ്ടിയാണോ ശകുനം നോക്കുന്നത് അവനും. ലൈസ മിന്നാ, ഇവരാരും നമ്മിൽ പെട്ടവരല്ല. നോക്കുന്നവനും പെട്ടവനല്ല, നോക്കിക്കുന്നവനും പെട്ടവനല്ല. ജ്യോത്സ്യം ചെയ്യുന്നവനും അത് ചെയ്യിപ്പിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ശകുനം നോക്കുന്നവനും നോക്കിപ്പിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. എന്നാ മുസ്ലിയാക്കന്മാര് പോകാൻ പറയുന്നു. ഇതിന്റെയൊക്കെ ദുരന്തം എത്ര വലുതാ മാന്യ സഹോദരങ്ങളെ. ഈ വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ എത്ര ദുരന്തമാണ്, എത്ര വികൃതമാകുമെന്നറിയാം.